എല്ലാവർക്കും നമസ്കാരം. റേഷ്യോയുടെ അടുത്ത ഭാഗത്തേക്ക് നമ്മൾ കടക്കാണ്. ചേഞ്ചിങ് റിലേഷൻസ്. അതായത് റിലേഷൻ, ഈ റേഷ്യോയ്ക്ക് ചേഞ്ച് സംഭവിക്കുകയാണ്. അപ്പം നമ്മൾ എങ്ങനെ എന്ത് ചെയ്യുന്നു നമുക്ക് നോക്കാം. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, എളുപ്പമാണ്. ഇപ്പം ഇത്രയും പഠിച്ചത് മനസ്സിലായില്ലേ? നന്നായിട്ട് എളുപ്പമുള്ള ലെസൺ അല്ലേ ഇത്? നമ്പർ 139 ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, അത് നമുക്ക് നോക്കാം. The length and breadth of a rectangle are in the ratio 3:2. It's enlarged by increasing by length. The length by 2 centimeters, and now length and breadth are in the ratio 5:3. What are the length and breadth of the original rectangle? അതായത് ഒരു റെക്റ്റാങ്കിൾ, ആ റെക്റ്റാങ്കിളിന്റെ ലെങ്ത്തും ബ്രെഡ്ത്തും തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നത് 3:2 ആണ്. എങ്കിൽ പക്ഷേ ഇനി അതിന് ചേഞ്ച് സംഭവിക്കണം. അതാണ് നമ്മുടെ ടോപ്പിക്, ചേഞ്ചിങ് റിലേഷൻസ്. ഈ റിലേഷന് ചേഞ്ച് സംഭവിക്കുകയാണ്. എന്താ സംഭവിക്കുന്നത്? ലെങ്ത് 2 സെന്റിമീറ്റർ ഇൻക്രീസ് ചെയ്തു. അപ്പം 3:2 ആണ് റേഷ്യോ എങ്കിൽ നമ്മൾ എന്ത് ചെയ്യട്ടെ? The length of the rectangle equals 3x and the breadth of the rectangle equals 2x. അല്ലേ? ഇനി ലെങ്ത് കൂട്ടുകയാണ് അല്ലേ? ലെങ്ത് കൂട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 സെന്റിമീറ്റർ കൂട്ടി. അപ്പൊ 3x ആയിരുന്നു ഒറിജിനൽ ലെങ്ത്, അതിന്റെ കൂടെ 2 കൂടി കൂട്ടി ലെങ്ത്. ബ്രെഡ്ത്തിന് മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല, ബ്രെഡ്ത്ത് 2x തന്നെ. അങ്ങനെ ചെയ്തപ്പോ നമ്മുടെ റേഷ്യോ ചേഞ്ച് ചെയ്തു. 3:2 കിടന്നിരുന്ന റേഷ്യോ 5:3 ആയി മാറി. എങ്കിൽ എന്തായിരുന്നു അതിന്റെ മുന്നത്തെ ഒറിജിനൽ റെക്റ്റാങ്കിളിന്റെ ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത്? അപ്പൊ പുതിയ റേഷ്യോ 5:3 ആണ്. മനസ്സിലായില്ലേ? അപ്പൊ നമുക്ക് ഇനി കണ്ടു നോക്കാം. 3x + 2 ആണ് പുതിയത്. പുതിയ മെഷർ 3x + 2 ആയി മാറി. 3x + 2 = 2x. 2x മാറ്റില്ല. ഈക്വൽസ്, ഇതിന് ഈക്വൽ ആണ് ഇപ്പോഴത്തെ റേഷ്യോ, അതായത് 5:3 എന്ന റേഷ്യോ. മനസ്സിലായില്ലേ? ഇനി ഇതിനെ നമുക്ക് ഒരു ഇക്വേഷൻ ആക്കി മാറ്റാം. അതെങ്ങനെയാണെന്ന് അറിയാമോ? ഒരു രണ്ട് റേഷ്യോകൾ തമ്മിൽ ഈക്വൽ ആയാൽ, അതായത് ഇപ്പം A:B = C:D ആണെങ്കിൽ ഇതിന്റെ അറ്റത്തറ്റത്ത് കിടക്കുന്ന റേഷ്യോകൾ ഉണ്ടല്ലോ. ഇതിന്റെ അറ്റത്ത് കിടക്കുന്നത് A, ഈ അറ്റത്ത് കിടക്കുന്നത് D. A × D, അതായത് AD ഈക്വൽസ് സെൻറ്ററിൽ കിടക്കുന്ന രണ്ടെണ്ണം തമ്മിലുള്ള പ്രോഡക്റ്റ് B × C, BC. ഇത് ഈക്വൽ ആയിരിക്കും. മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ പുതിയൊരു കാര്യം റേഷ്യോനെ സംബന്ധിച്ചത് പഠിക്കുകയാണ്. രണ്ട് റേഷ്യോകൾ ഇങ്ങനെ ഈക്വൽ ആയിട്ട് വന്നാൽ അറ്റത്തറ്റത്ത് എടുക്കുന്നത് തമ്മിൽ ഇൻഡു ചെയ്ത് കിട്ടുന്ന പ്രോഡക്റ്റ് ഈക്വൽസ് സെന്ററിൽ വരുന്നത് രണ്ടും തമ്മിൽ ഇൻഡു ചെയ്ത് കിട്ടുന്ന പ്രോഡക്റ്റ്. അപ്പൊ ഇതിൽ നിന്ന് നമുക്കിനി ഒരു ഇക്വേഷൻ ഉണ്ടാക്കാൻ പറ്റും അല്ലേ? അറ്റത്ത് കിടക്കുന്നത് ഏതൊക്കെയാണ്? 3x + 2 ഇൻറ്റു ഇത് ഈ അറ്റത്ത് ഇവിടെ എടുക്കുന്നത് 3 ഈക്വൽസ് നടുവിൽ എടുക്കുന്നത് ആരൊക്കെയാ? 2x ഉം 5 ഉം. 2x × 5. അപ്പൊ നമുക്ക് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ കിട്ടുക? 3 × 3x എന്ന് പറയുമ്പോൾ 9x അല്ലേ? പ്ലസ് 3 × 2 6 ഈക്വൽസ് 2x × 5 എന്ന് പറയുമ്പോൾ 10x. അപ്പൊ ഒരു കാര്യം ചെയ്യാം, എക്സ് ഉള്ള സാധനങ്ങളൊക്കെ ഒരു ഭാഗത്തും എക്സ് ഇല്ലാത്തത് ഒരു ഭാഗത്താക്കിയിട്ട് മാറ്റണം. അപ്പൊ ഈ 10x ഇങ്ങോട്ട് കൊണ്ടുവരുന്നതിനേക്കാൾ സുഖം 9x അങ്ങോട്ട് കൊണ്ടുപോകും. അതായത് ചെറുതിന് എപ്പോഴും വലുതിന്റെ അടുത്തേക്ക് കൊണ്ടുപോകുക. 9x അങ്ങോട്ട് കൊണ്ടുപോയി ഇവിടെ 6 ബാക്കിയുണ്ട്, 6 ഇവിടെ നിർത്തി. 10x ഈ 9x അപ്പുറത്തേക്ക് -9x ആയി. 10x നിന്ന് 9x മൈനസ് ചെയ്തപ്പോൾ 1x. അപ്പൊ x = 6 എന്ന് കിട്ടി. 6 = x, അതായത് x = 6. നെക്സ്റ്റ് കിട്ടിയത് നമുക്ക് ഒറിജിനൽ എത്രയാണ് എന്നാണ് നമുക്ക് അറിയേണ്ടത്. ഒറിജിനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുന്നത്തെ റേഷ്യോ 3:2 ആയിരുന്നു. മുന്നത്തെ റെക്റ്റാങ്കിളിന്റെ സൈഡുകൾ ലെങ്ത്തും ബ്രെഡ്ത്തും തമ്മിലുള്ള റേഷ്യോ 3:2 ആയിരുന്നു. അതായത് 3x ആണ് ലെങ്ത്ത്, 2x ആണ് ബ്രെഡ്ത്ത്. എക്സിന്റെ വാല്യൂ നമുക്ക് 6 എന്ന് കിട്ടി. അപ്പോൾ ലെങ്ത് എന്ത് വന്നു? 3 × 6 = 18 സെന്റിമീറ്റർ ആണോ മീറ്റർ ആണോ വരുന്നേ? സെന്റിമീറ്റർ അല്ലേ? ഇവിടെ പറഞ്ഞിരിക്കുന്ന മെഷർ സെന്റിമീറ്റർ. യെസ്.
അതുപോലെ ബ്രെഡ്ത്ത് കിട്ടി 2x എന്ന് പറയുമ്പോൾ 2 into x ഈക്വൽ 2 into 6 12 സെന്റിമീറ്റർ. മനസ്സിലായില്ലേ? ഇനി അടുത്ത പേജിൽ വേറൊരു എക്സാമ്പിൾ നോക്കാം. The length and breadth of a rectangle are in the ratio 3:2. The length is increased by half as much and the rectangle is enlarged. അപ്പോൾ ഒരു റെക്ടാങ്കിൾ ഉണ്ടായിരുന്നു, അതിന്റെ ലെങ്ത്തും ബ്രെഡ്ത്തും തമ്മിലുള്ള റേഷ്യോ 3:2 ആണ്. അപ്പൊ ലെങ്ത് 3x, ബ്രെഡ്ത്ത് 2x. അത്രയും കാര്യങ്ങൾ മനസ്സിലായി. ഇനി ഈ ലെങ്ത്തിനെ വലുതാക്കി, ഇൻക്രീസ്ഡ് ബൈ ഹാഫ്, ഇതിന്റെ ഹാഫ് കൂടി ഇതിന്റെ കൂടെ ആഡ് ചെയ്തു. The rectangle is enlarged. What is the ratio of the length and breadth of the larger rectangle? അപ്പൊ പുതുതായിട്ട് ഉണ്ടായിരുന്ന, അതായത് ഒരു റെക്ടാങ്കിൾ ഉണ്ടായിരുന്നു, ഈ റെക്ടാങ്കിളിന്റെ ഈ ലെങ്ത്, ഇത് ലെങ്ത്, ബ്രെഡ്ത്ത്, ഈ ലെങ്ത്തിന്റെ പകുതി നീളം കൂടി ഇതിന്റെ കൂടെ ആഡ് ചെയ്തപ്പോൾ ഇതിങ്ങനെ ഇങ്ങനത്തെ ഒരു റെക്ടാങ്കിൾ ആയിട്ട് മാറി. അപ്പൊ പുതിയതായിട്ട് വന്നിരിക്കുന്ന ഈ റെക്ടാങ്കിൾ, എൻലാർജ് ചെയ്യപ്പെട്ട ഈ റെക്ടാങ്കിളിന്റെ സൈഡ് ലെങ്ത്തും ബ്രെഡ്ത്തും തമ്മിലുള്ള റേഷ്യോ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ലെങ്ത് 3x, ബ്രെഡ്ത്ത് 2x. ഇനി ബ്രെഡ്ത്തിന് മാറ്റില്ല, ലെങ്ത്തിനാണ് മാറ്റം സംഭവിക്കുന്നത് അല്ലെ. ലെങ്ത് ഇതിന്റെ പകുതിയും കൂടി ഇതിന്റെ കൂടെ കൂടുകയാണ്. അപ്പൊ 3xന്റെ പകുതി എത്രയാണ്? 3ന്റെ പകുതി 1 and 1/2 അല്ലെ. 3ന്റെ പകുതി 1.5. അപ്പൊ 3xന്റെ പകുതി എത്രയാണ്? 1.5x. അപ്പൊ 3xന്റെ കൂടെ 1.5x, 1 and 1/2x കൂടി ആഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 1 4.5x ആയിട്ട് മാറും. മനസ്സിലായില്ലേ? അപ്പൊ ഇതിന്റെ ഈ ലെങ്ത്, പുതിയ റെക്ടാങ്കിളിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 4 and 1/2x ആയി മാറി. ഇനി 2xന് മാറ്റൊന്നുമില്ല, 2x തന്നെ. അപ്പൊ റേഷ്യോ ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്, അല്ലാണ്ട് ഒറിജിനൽ പുതുതായിട്ട് വലുതാക്കപ്പെട്ട റെക്ടാങ്കിളിന്റെ ലെങ്ത്തും ബ്രെഡ്ത്തും അറിയേണ്ട, അതിന്റെ റേഷ്യോ കിട്ടിയാൽ മതി. അപ്പൊ എന്ത് ചെയ്യണം? ഇപ്പോ രണ്ടിലും കോമൺ ആയിട്ടുള്ള എക്സിനെ നമ്മൾ കളഞ്ഞു. അപ്പൊ 4 and 1/2 2 ആയി മാറി. അപ്പൊ ഒരെണ്ണം നാച്ചുറൽ നമ്പറും ഒരെണ്ണം ഫ്രാക്ഷൻ ആയിട്ട് എടുക്കുകയാണ്. അപ്പൊ അതൊരു സുഖല്യ കാണാം അല്ലേ. നമുക്ക് ഇതിന് രണ്ടിനും ഹോൾ നമ്പർ ആക്കിയിട്ട് ഇടാം. അപ്പൊ എന്ത് വരും? ഇതിന് രണ്ടിനും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ. 4നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര വരെ? അതായത് 4.5 + 4.5 എത്ര? 4 4 9 ഈസ് 2നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാന്ന് പറഞ്ഞാൽ 2 2 4. അപ്പൊ 9:4 ആണ് പുതിയ റെക്ടാങ്കിളിന്റെ റേഷ്യോ, ലെങ്ത്തും ബ്രെഡ്ത്തും തമ്മിലുള്ള റേഷ്യോ. ഇനി പേജ് നമ്പർ 141ലത്തെ പ്രോബ്ലംസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ആസിഡ് ആൻഡ് വാട്ടർ ആർ മിക്സ്ഡ് ഇൻ ദ റേഷ്യോ 4:3 ടു മേക്ക് എ ലിക്വിഡ്. അപ്പൊ ആസിഡും വാട്ടറും കൂടിയിട്ട് 4:3 എന്ന പ്രപ്പോർഷനിൽ മിക്സ് ചെയ്യാണ് ഒരു ലിക്വിഡ് കിട്ടാൻ വേണ്ടിയിട്ട്. ഓൺ ആഡിങ് 10 more liter of acid, the ratio changed to 3:1. 10 ലിറ്ററും കൂടി ആസിഡ് കൂടുതൽ ചേർക്കാണ്. അപ്പൊ 3:1 ആയി മാറി പുതിയ റേഷ്യോ. ഹൗ മെനി ലിറ്റേഴ്സ് ഓഫ് ആസിഡ് ആൻഡ് വാട്ടർ ഡസ് ദ ലിക്വിഡ് കണ്ടെയ്ൻ നൗ? ഇപ്പോ പുതിയ ലിക്വിഡില് അങ്ങനെയാണെങ്കിൽ എത്ര ലിറ്റർ ആസിഡും എത്ര ലിറ്റർ വാട്ടറും ഉണ്ടെന്നാണ് ചോദ്യം. അപ്പോ ആസിഡ് ആൻഡ് വാട്ടറിന്റെ ഫസ്റ്റത്തെ റേഷ്യോ എന്തായിരുന്നു? ശരിക്കും നമ്മൾ മിക്സ് ചെയ്യുന്ന റേഷ്യോ 4:3 എന്ന റേഷ്യോയിലാണ് മിക്സ് ചെയ്യുന്നത്. അതായത് 4 ലിറ്റർ ആസിഡ്, ആസിഡിന്റെയാണ് 4, വാട്ടറിന്റെ 3 അല്ലെ. എഴുതുമ്പോൾ ആസിഡ് അല്ലാതെ എഴുതിയിരിക്കുന്നത്. അപ്പൊ 4 ലിറ്റർ ആസിഡ് എടുക്കുമ്പോൾ 3 ലിറ്റർ വാട്ടർ എടുക്കണം. അങ്ങനെയാണ് അതിന്റെ കണക്ക് മിക്സ് ചെയ്യേണ്ടത്. പക്ഷേ ആസിഡ് 4 ലിറ്റർ എടുക്കുന്നതിന് പകരം 10 more liters ഓഫ് ആസിഡ് എടുത്തു. അപ്പൊ ആസിഡിന്റെ ക്വാണ്ടിറ്റി 4x-ഉം വാട്ടറിന് 3x-ഉം ആണ് പഴയ കണക്കില്. ഈ 4x-ന്റെ കൂടെ 10 ലിറ്ററും കൂടി ആഡ് ചെയ്തു. മറ്റേ വെള്ളത്തിന് മാറ്റില്ല, വാട്ടർ അത്ര തന്നെ. അങ്ങനെയായിപ്പോ പുതിയ റേഷ്യോ 3:5 ആയി മാറി. അപ്പൊ നമ്മളിത് ആദ്യം ചെയ്ത എക്സാമ്പിൾ ഇല്ലേ, അതുപോലെ 4x പുതിയ ആസിഡിന്റെ അളവാണ് 4x + 10 ഇതിന് മാറ്റില്ല 3x ഈക്വൽസ് എന്ന് പറയുന്നത് ഇത് പുതിയ മെഷറാണ്. അതായത് 4x എന്ന് പറയുന്ന പഴയ അളവിനോട് കൂടി 10 ലിറ്ററും കൂടി ആസിഡ് ആഡ് ചെയ്യാണ്, വാട്ടറിന്റെ അളവിന് മാറ്റില്ല. ഇത് ഇങ്ങനെ ചേർത്തപ്പോൾ ആ റേഷ്യോ എത്രയും മാറി? 3:1 എന്ന പുതിയ റേഷ്യോയിലേക്ക് മാറി.
അപ്പൊ നമ്മൾ ഇനി ഇതേ രണ്ട് റേഷ്യോകൾ ഇങ്ങനെ വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? അറ്റത്ത് എടുക്കുന്ന രണ്ടും തമ്മിൽ ഇൻഡു ചെയ്യുന്നു, ഈക്വൽസ് നടുവിൽ എടുക്കുന്നത് തമ്മിലുള്ള പ്രോഡക്റ്റ്. അപ്പൊ അത് എന്ത് വരും? 4x പ്ലസ് 10 ഇൻറ്റു 1. അത് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, 1 കൊണ്ട് ഇൻറ്റു ചെയ്താൽ അത് തന്നെ വരും. ഈക്വൽസ് 3x ഇൻറ്റു 3. 3x ഇൻറ്റു 3. അപ്പൊ എന്താ വരാ? ഇത് 4x പ്ലസ് 10 തന്നെ. 4x പ്ലസ് 10 ഈക്വൽസ് 3x ഇൻറ്റു 3 എന്ന് പറയുമ്പോൾ 9x. അപ്പൊ നമുക്ക് 10നെ ഇവിടെ നിർത്തി 4xനെ അപ്പുറത്ത് കൊണ്ടുപോകാം. 10 ഈക്വൽസ് 9x മൈനസ് 4x ഈക്വൽസ് 5x അല്ലേ? അതായത് 5x എന്ന് പറയുന്നത് 10 ആണ്. therefore x ഈക്വൽസ് 10 ഡിവൈഡഡ് ബൈ 5 എന്ന് പറയുമ്പോൾ എക്സിന്റെ വാല്യൂ കിട്ടി നമുക്ക് 2. മനസ്സിലായില്ലേ? എങ്കിൽ how many liters of acid and water does contain liquid contain now? ഇപ്പോഴത്തെ അളവാണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത്. ഇപ്പോഴത്തെ അളവ് എന്ന് പറഞ്ഞാൽ 4x പ്ലസ് 10 ആണ് ഇപ്പോഴത്തെ ആസിഡിന്റെ അളവ്. വാട്ടറിന്റെ അളവിന് മാറ്റില്ല. അപ്പൊ 4x എന്ന് പറയുമ്പോൾ എത്ര വരാ? 4 ഇൻറ്റു 2 ഈക്വൽസ് 8 ലിറ്റർ ആണ് ആസിഡ് എടുക്കുമ്പോൾ. പഴയ കണക്ക് പ്രകാരം ആസിഡ് എടുക്കുമ്പോൾ വെള്ളം എത്രയാണ് എടുക്കണ്ടേ? 4x 3 ആണ്. അപ്പൊ 3x 3 ഇൻറ്റു 2 ഈക്വൽസ് 6 ലിറ്റർ ആണ് വെള്ളവും എടുത്തിരുന്നത് മുന്നേ. ഈ 8 ലിറ്ററിന്റെ കൂടെ 10 ലിറ്റർ ആസിഡ് ആഡ് ചെയ്തിട്ടാണ് പുതിയ ലിക്വിഡ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ മൊത്തം എത്ര? 18 ലിറ്റേഴ്സ്. അപ്പൊ അങ്ങനെ നമുക്ക് എന്ത് കിട്ടി? ദ വോളിയം ഓഫ് ആസിഡ് ഇൻ ദ പ്രസന്റ് മിക്സ്ചർ എത്രയാണ്? 18 ലിറ്റർ. ഓൾഡ് മുന്നത്തെ മിക്സ്ചർ അല്ല, പ്രസന്റ് മിക്സ്ചർ. എന്ന പോലെ തന്നെ വാട്ടറിന്റെ മെഷറോ 6 ലിറ്റർ. നെക്സ്റ്റ് വൺ. Two angles are in the ratio 1:2 on increasing the smaller angle by 6 degree and decreasing the larger angle by 6 degree. The ratio changed to 2:3. വീണ്ടും ദേ റേഷ്യോ ചേഞ്ച് ചെയ്യാണ്. What were the original angles? അതായത് രണ്ട് ആംഗിൾസ് ഉണ്ടായിരുന്നു. ആ രണ്ട് ആംഗിൾസിന്റെ റേഷ്യോ 1:2 ആണ്. അതായത് ഒരു ആംഗിൾ 1 ഡിഗ്രി ആണെങ്കിൽ അടുത്തത് 2. ഒരെണ്ണം എത്ര ഡിഗ്രി ഉണ്ടോ അതിന്റെ ഇരട്ടിയാണ് അടുത്ത ആംഗിൾ എന്നർത്ഥം. അത് സ്മോളർ ആംഗിൾ ഇൻക്രീസ് ചെയ്തു, 6 ഡിഗ്രി ഇൻക്രീസ് ചെയ്തപ്പോൾ ലാർജർ ആംഗിളിനെ 6 ഡിഗ്രി ഡിക്രീസ് ചെയ്തു. അതായത് 1:2 എന്ന് പറയുമ്പോൾ എത്രയാണ് ഇതിന്റെ മെഷർ വരെ? ശരിക്കുള്ള സ്മോളർ ആംഗിളിന്റെ മെഷർ 1x. അതായത് 1 ഇട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, x ഡിഗ്രിയാണ് സ്മോളർ ആംഗിളിന്റെ മെഷർ. ലാർജർ ആംഗിളിന്റെ 2x ഡിഗ്രിയുമാണ്. ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് സ്മോളർ ആംഗിളിന്റെ കൂടെ 6 ഡിഗ്രി ആഡ് ചെയ്തു. അപ്പോ ലാർജർ ആംഗിളിന്റെ നിന്നും 6 ഡിഗ്രി മൈനസും ചെയ്തു. അല്ല അങ്ങനെയല്ല പറയുന്നത്. ഇൻക്രീസിങ് സ്മോളർ ആംഗിൾ ബൈ 6 ഡിഗ്രി ഇൻക്രീസ് ചെയ്തു 6 ഡിഗ്രി. അപ്പൊ പ്ലസ് ചെയ്തു. ലാർജർ ആംഗിൾ 2x ഡിഗ്രി ആയിരുന്നു, അതിന്റെ കൂടെ 6 അതിൽ നിന്നും മൈനസും ചെയ്തപ്പോ പുതിയ റേഷ്യോ എന്താ കിട്ടിയേ? 2:3 ആയി മാറി പുതിയ റേഷ്യോ. ഇപ്പൊ ചെയ്തുകൂടെ? ഇത് നമുക്ക് എന്താ ചെയ്യണ്ടേ? അറ്റത്തറ്റത്ത് നമ്മൾ ഇൻറ്റു ചെയ്യാൻ പോവാണ്. x പ്ലസ് 6 ഇൻറ്റു 3. ഇത് കണ്ടാ? ഇത് രണ്ടും ഈക്വൽസ് നടുവിൽ എടുക്കുന്നത് ഇത് രണ്ടും. ഇത് ബ്രാക്കറ്റിൽ ഇട്ട് വെക്കട്ടെ, ആരും തെറ്റണ്ട. 2x മൈനസ് 6 ഇൻറ്റു 2. ഇനി വരാം 3 ഇൻറ്റു എക്സ് 3x പ്ലസ് 18 ഈക്വൽസ് 4x മൈനസ് 12. ഇനി നമുക്ക് എക്സുകളൊക്കെ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവരാം. അല്ലാണ്ട് എക്സ് കൂടിയില്ലാത്ത വേരിയബിൾ ഇല്ലാണ്ട് നമ്പർ മാത്രമുള്ളതിനെ ഒരു സൈഡിലേക്ക് കൊണ്ടുപോകാം, വേരിയബിൾസിനെ ഒരു സൈഡിലേക്ക് കൊണ്ടുപോകാം. അപ്പോൾ എപ്പോഴും എന്ത് ചെയ്യണം? ചെറുതിൻ്റെ അടുത്തേക്ക് അല്ല വലുതിൻ്റെ അടുത്തേക്ക് ചെറുതിനെ നമ്മൾ കൊണ്ടുപോവാണ്. 3xനെ 4xനെ അടുത്തേക്ക് കൊണ്ടുപോയി മൈനസ് 12നെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പോൾ 18 മൈനസ് 12 ഇപ്പുറത്ത് ചെന്നപ്പോൾ പ്ലസ് 12 ആയി ഈക്വൽസ് 4x. 3x അങ്ങോട്ട് പോയപ്പോൾ മൈനസ് 3x ആയി. 18 പ്ലസ് 12 30 ഈക്വൽസ് 3xൽ നിന്നും അല്ല 4xൽ നിന്ന് 3x പോയപ്പോൾ x. അത് x എന്ന് പറഞ്ഞാൽ 30 ആണെന്ന് മനസ്സിലായി. അപ്പോൾ ഫസ്റ്റ് മുന്നത്തെയാണോ ചോദിച്ചിരിക്കുന്നത്? അതെ. വാട്ട് വെർ ദ ഒറിജിനൽ ആംഗിൾസ്? മുന്നത്തെ ആംഗിൾ എത്രയെന്നാണ് ചോദ്യം. അപ്പോൾ മുന്നത്തെ ആംഗിളിന്റെ റേഷ്യോ 1:2 ആയിരുന്നു. അതായത് x:2x ആയിരുന്നു അല്ലേ? അപ്പോൾ ഒന്നാമത്തെ ആംഗിൾ ഏതാ? സ്മോളർ ആംഗിൾ x എന്ന് പറഞ്ഞാൽ 30 ഡിഗ്രിയാണ്. അപ്പോൾ ദ മെഷർ ഓഫ് ദ സ്മോളർ ആംഗിൾ ഈക്വൽസ്
30 degree and the measure of the larger angle എത്ര വരും 2 into 30 അല്ലേ ഈക്വൽ 60 ഡിഗ്രി. അപ്പോൾ അത് 60 ഡിഗ്രിയും കിട്ടി, രണ്ടും കിട്ടി. കാണാം, ചെറുതിൻ്റെ ഇരട്ടിയാണ് വലുത് 30, അടുത്ത 60. അപ്പം ഇന്നത് നമുക്കിവിടെ നിർത്താം, ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം.